ഗുഡ് മോർണിംഗ് ടു ഓൾ. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കോസ്റ്റ് അക്കൗണ്ടിങ്ങിൽ പഠിച്ചുകൊണ്ടിരുന്നത് കോസ്റ്റ് ഷീറ്റ് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത് എന്നതിനെക്കുറിച്ചാണ്. അപ്പോൾ കോസ്റ്റ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യണമെങ്കിൽ കോസ്റ്റ് ഷീറ്റിൻ്റെ ഫോർമാറ്റ് അറിഞ്ഞിരിക്കണം. അപ്പം കോസ്റ്റ് ഷീറ്റിൻ്റെ ഫോർമാറ്റ് എല്ലാവരും പഠിക്കേണ്ടതാണ്. നിങ്ങൾ പഠിച്ചിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. കാരണം ഇടയ്ക്കിടയ്ക്ക് ഞാനിത് പറയുന്നത് കോസ്റ്റ് ഷീറ്റിൻ്റെ ഫോർമാറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് പ്രോബ്ലം ചെയ്യാൻ പറ്റുള്ളൂ. ഫോർമാറ്റ് അറിയുകയാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും, അതല്ലെങ്കിൽ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നമുക്ക് ഇന്ന് പഠിക്കാനുള്ള ടോപ്പിക്ക് ഐറ്റംസ് നോട്ട് ഇൻക്ലൂഡഡ് ഇൻ കോസ്റ്റ് ഷീറ്റ്. കോസ്റ്റ് ഷീറ്റിൽ ഉൾപ്പെടാത്ത ഐറ്റംസ് എന്തൊക്കെയാണ് എന്നുള്ളതാണ്. അപ്പോൾ കോസ്റ്റ് ഷീറ്റിൽ ഉൾപ്പെടുന്ന ഐറ്റംസ് എന്ന് പറഞ്ഞാൽ ഒരു പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള എക്സ്പെൻസസും ഇൻകംസൊക്കെയാണ് കോസ്റ്റ് ഷീറ്റിൽ ഉൾപ്പെടുന്നത്. ഒരു പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള എക്സ്പെൻസസ് ഒക്കെ. അപ്പം അല്ലാത്ത എക്സ്പെൻസസ് ഒക്കെ കോസ്റ്റ് ഷീറ്റിൽ നിന്ന് എക്സ്ക്ലൂഡ് ചെയ്യേണ്ടതാണ്. അപ്പം അങ്ങനെയുള്ള ഐറ്റംസിനെ പ്രധാനമായിട്ടും 4ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. അതിൽ ഫസ്റ്റ് വൺ പ്യുവർ ഫിനാൻഷ്യൽ എക്സ്പെൻസസ്, സെക്കൻഡ് വൺ റൈറ്റിംഗ് ഓഫ് ഫിക്റ്റീഷ്യസ് അസറ്റ്സ്, തേർഡ് വൺ അപ്രോപ്രിയേഷൻ ഓഫ് പ്രോഫിറ്റ്, ദെൻ ഫോർത്ത് വൺ പ്യുവർ ഫിനാൻഷ്യൽ ഇൻകംസ്. ദെൻ അതിനകത്ത് പ്യുവർ ഫിനാൻഷ്യൽ എക്സ്പെൻസസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫിനാൻഷ്യൽ എക്സ്പെൻസസിൽ ഉൾപ്പെടുന്ന ഐറ്റംസാണ്, അതിൻ്റെ എക്സാമ്പിൾസാണ് പറയുന്നത്. ഇൻട്രസ്റ്റ് ഓൺ ലോണ്, ഇൻട്രസ്റ്റ് ഓൺ ഡിബഞ്ചേഴ്സ്, ഡിസ്കൗണ്ട് ഓൺ ഡിബഞ്ചേഴ്സ്, ലോസ് ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ്, ലോസ് ഓൺ സെയിൽ ഓഫ് ഫിക്സഡ് അസറ്റ്, ഡിസ്കൗണ്ട് അലൗഡ്, പ്രൊവിഷൻ ഫോർ ബാഡ് ആൻഡ് ഡൗട്ട്ഫുൾ ഡെറ്റ്സ്. ഇത്ര ഐറ്റംസ് ഫിനാൻഷ്യൽ എക്സ്പെൻസസ് ആണ്. ഈ ഫിനാൻഷ്യൽ എക്സ്പെൻസസ് നമ്മൾ കോസ്റ്റ് ഷീറ്റിൽ ഉൾപ്പെടുത്താൻ പാടില്ല. ദെൻ നെക്സ്റ്റ് ഐറ്റം റൈറ്റിംഗ് ഓഫ് ഫിക്റ്റീഷ്യസ് അസറ്റ്സ്. ഫിക്റ്റീഷ്യസ് അസറ്റ്സ് റൈറ്റ് ഓഫ് ചെയ്യുന്നുണ്ടെങ്കിൽ അതും നമ്മൾ കോസ്റ്റ് ഷീറ്റിൽ എടുക്കാൻ പാടില്ല. അപ്പം ഫിക്റ്റീഷ്യസ് അസറ്റ്സ് റൈറ്റ് ഓഫ് ചെയ്യുന്നത് പ്രധാനമായിട്ടും ഗുഡ്വില്ല്, പേറ്റൻറ്റ്, കോപ്പി റൈറ്റ്സ്, പ്രിലിമിനറി എക്സ്പെൻസസ് ഇവ റൈറ്റ് ഓഫ് ചെയ്യുന്നുണ്ടെങ്കിൽ അവ നമ്മൾ കോസ്റ്റ് ഷീറ്റിൽ നിന്നും എക്സ്ക്ലൂഡ് ചെയ്യണം. ദെൻ നെക്സ്റ്റ് വൺ അപ്രോപ്രിയേഷൻ ഓഫ് പ്രോഫിറ്റ്സ്. പ്രോഫിറ്റിൻ്റെ അപ്രോപ്രിയേഷൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും നമ്മൾ കോസ്റ്റ് ഷീറ്റിൽ നിന്ന് എക്സ്ക്ലൂഡ് ചെയ്യണം. പ്രോഫിറ്റിന് നമ്മൾ പല പോർഷനായിട്ട് മാറ്റുന്നുണ്ടെങ്കിൽ എന്ന് വെച്ചാൽ ഡിവിഡൻ്റായിട്ട് ഇൻകം ടാക്സ്, ട്രാൻസ്ഫർ ടു റിസർവ്, അതുപോലെ ഡൊണേഷൻസ്, ചാരിറ്റീസിനൊക്കെ നമ്മൾ ഈ പ്രോഫിറ്റ് ഡിവൈഡ് ചെയ്ത് കൊടുക്കുന്നുണ്ടെങ്കിൽ ആ പ്രോഫിറ്റിൻ്റെ പോർഷൻസ് ഒന്നും നമ്മൾ കോസ്റ്റ് ഷീറ്റിൽ ഉൾപ്പെടുത്താൻ പാടില്ല. എന്നുവെച്ചാൽ പ്രോഫിറ്റിൻ്റെ പോർഷൻസിൽ വരുന്നതാണ് ഇതെല്ലാം. അപ്പോൾ പ്രോഫിറ്റ് ഒരിക്കലും കോസ്റ്റ് ഷീറ്റ് നമ്മൾ കാണിക്കാൻ പാടില്ല. ദെൻ ഈ പ്രോഫിറ്റ് എന്ന് പറയുന്നത് ഒരു ഫേമിൻ്റെ മുഴുവനായിട്ടുള്ള പ്രോഫിറ്റാണ്. അങ്ങനെയുള്ള പ്രോഫിറ്റ് നമ്മൾ കോസ്റ്റ് ഷീറ്റ് കാണിക്കാൻ പാടില്ല. ദെൻ നെക്സ്റ്റ് വൺ പ്യുവർ ഫിനാൻഷ്യൽ ഇൻകംസ്. പ്യുവർ ഫിനാൻഷ്യൽ ഇൻകംസിൽ എന്ന് വെച്ചാൽ ഫിനാൻഷ്യൽ ഇൻകംസിൽ ഉൾപ്പെടുന്ന ഐറ്റംസ് ഇൻട്രസ്റ്റ് റിസീവ്ഡ്, ഡിവിഡൻഡ് റിസീവ്ഡ്, പ്രോഫിറ്റ് ഓൺ സെയിൽ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് ആൻഡ് ഫിക്സ്ഡ് അസറ്റ്സ്, റെൻറ്റ് റിസീവ്ഡ്, കമ്മീഷൻ റിസീവ്ഡ്, ഡിസ്കൗണ്ട് റിസീവ്ഡ്, സെക്യൂരിറ്റി പ്രീമിയം. ഇത് പ്യുവർ ഫിനാൻഷ്യൽ ഇൻകത്തിന് എക്സാമ്പിൾസാണ്. ഇവയും നമ്മൾ കോസ്റ്റ് ഷീറ്റിൽ നിന്ന് ഒഴിവാക്കണം. അപ്പോൾ ഇങ്ങനെയുള്ള ഐറ്റംസ് വല്ലതും കോസ്റ്റിന് തന്നിട്ടുണ്ടെങ്കിൽ നമ്മളത് ഒഴിവാക്കിയിട്ട് വേണം കോസ്റ്റ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യാൻ. നമുക്കിനി പഠിക്കാനുള്ളത് നമ്മൾ കോസ്റ്റ് ഷീറ്റ് പ്രിപ്പയർ ചെയ്തപ്പോൾ അല്ലെങ്കിൽ കോസ്റ്റ് ഷീറ്റിൻ്റെ ഫോർമാറ്റിൽ ഉള്ള ചില ഐറ്റംസിൻ്റെ എക്സാമ്പിൾസ് എന്തൊക്കെയാണെന്നാണ് പറയുന്നത്. ഇത് പറയുന്നത് നമുക്ക് ചില പ്രോബ്ലംസ് ചെയ്യുമ്പം നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാവും. ഈ ഓരോ ഐറ്റംസ് എവിടെയാണ് വരുന്നത്, ഏത് ഹെഡിങ്ങിലാണ് വരുന്നത് നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാവും. അത് ഒഴിവാകാൻ വേണ്ടിയാണ് ഞാനിത് പറയുന്നത്. അപ്പം ഇത് കറക്റ്റായിട്ട് നോക്കി വെക്കുക. ഓരോ ഹെഡിങ്ങിനും കീഴിൽ വരുന്ന ഐറ്റംസ് അതിൽ പ്രധാനമായിട്ട് ഇവിടെ ഉള്ളത് അതിൽ ഡയറക്റ്റ് എക്സ്പെൻസസിൻ്റെ കാര്യമാണ്. ഡയറക്റ്റ് എക്സ്പെൻസസിൽ വരുന്ന ഐറ്റംസ് ഇത് നേരത്തെ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ ഒന്നുകൂടെ പറയാം. ഡയറക്റ്റ് എക്സ്പെൻസസിൻ്റെ എക്സാമ്പിളുമായിട്ട് വരുന്നത് റോയൽറ്റി,
അതുപോലെ ചാർജബിൾ എക്സ്പെൻസസ്, കോസ്റ്റ് ഓഫ് ബ്ലൂ പ്രിൻ്റ്, ദെൻ അതുപോലെ കോസ്റ്റ് ഓഫ് സ്പെഷ്യൽ ഡ്രോയിങ്സ്, ഡിസൈൻസ്, പാറ്റേൺസ്, മോഡൽസ്, അതുപോലെ ക്യാരിയേജ് ഇൻവേർട്സ്. അപ്പോൾ ഇങ്ങനെയുള്ള ഐറ്റംസൊക്കെ ഡയറക്റ്റ് എക്സ്പെൻസസിന് എക്സാമ്പിൾസാണ്. ദെൻ അടുത്തത് ഫാക്ടറി ഓവർഹെഡ്സ്. ഫാക്ടറി ഓവർഹെഡ്സിൽ വരുന്ന ഐറ്റംസ്. ഫാക്ടറി ഓവർഹെഡ്സിൽ വരുന്ന ഐറ്റംസ് ഇൻഡയറക്റ്റ് മെറ്റീരിയൽ, ഇൻഡയറക്റ്റ് വേജസ്, ഫാക്ടറി റെൻ്റ് ആൻഡ് റേറ്റ്സ്, പവർ ആൻഡ് ഫ്യൂവൽ, ഫാക്ടറി ലൈറ്റിംഗ് ആൻഡ് സൂപ്പർവിഷൻ, ഫാക്ടറി മാനേജർ സാലറി, ഫാക്ടറി വാട്ടർ സപ്ലൈ, ഫാക്ടറി ഇൻഷുറൻസ്, ഫാക്ടറി സ്റ്റേഷനറി, അതുപോലെ ഫാക്ടറി ക്ലീനിങ്, ഡിപ്രീസിയേഷൻ ഓഫ് പ്ലാന്റ് ആൻഡ് മെഷീനറി, ലൂസ് ടൂൾസ് റിട്ടേൺ ഓഫ്, ESI എംപ്ലോയ്മെൻറ്റ് സ്റ്റേറ്റ് ഇൻഷുറൻസ്, ദെൻ ഗോ ഡൗൺ റെൻറ്റ്. അപ്പോൾ ഇതൊക്കെയാണ് എന്താ ഫാക്ടറി ഓവർഹെഡ്സിൻ്റെ അണ്ടറിൽ വരുന്നത്. അപ്പം ഇത് ഓർത്തിരിക്കുക. അതിനടുത്തത് ഓഫീസ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ ഓവർഹെഡ്സിന് അണ്ടറിൽ വരുന്നത് ഇതൊക്കെയാണ്: ഓഫീസ് റെൻ്റ് ആൻഡ് റേറ്റ്സ്, ഓഫീസ് ലൈറ്റിംഗ്, ഓഫീസ് സ്റ്റേഷനറി, ഡിപ്രീസിയേഷൻ ആൻഡ് റിപ്പയേഴ്സ് ഓഫ് ഓഫീസ് ഫർണിച്ചർ, ഓഫീസ് സാലറീസ്, മാനേജ്മെൻറ്റ് എക്സ്പെൻസസ്, ഓഫീസ് ടെലിഫോൺ ആൻഡ് പോസ്റ്റേജ് ചാർജസ്, ലീഗൽ ചാർജസ്, ബാങ്ക് ചാർജസ്, ഓഫീസ് ക്ലീനിങ്, ഓഡിറ്റ് ഫീസ്, ഓഫീസ് ഇൻഷുറൻസ്, സൺട്രി എക്സ്പെൻസസ്, സാനിറ്ററി എക്സ്പെൻസസ്. ഇതൊക്കെയാണ് ഓഫീസ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ ഓവർഹെഡ്സിൻ്റെ അണ്ടറിൽ വരുന്നത്. ദെൻ അടുത്തത് സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓവർഹെഡ്സിൻ്റെ അണ്ടറിൽ വരുന്ന ഐറ്റംസ്: സെയിൽസ്മാൻ സാലറീസ്, സെയിൽസ്മാൻ കമ്മീഷൻ, ഷോറൂം എക്സ്പെൻസസ്, ഷോറൂം റെൻ്റ് ആൻഡ് റേറ്റ്സ്, അഡ്വർടൈസ്മെൻറ്റ്, സെയിൽസ് ഓഫീസ് റെൻ്റ് ആൻഡ് റേറ്റ്സ്, ട്രാവലിംഗ് എക്സ്പെൻസസ്, വെയർഹൗസ് റെൻ്റ് ആൻഡ് റേറ്റ്സ്, ഡിപ്രീസിയേഷൻ ആൻഡ് റിപ്പയേഴ്സ് ഓഫ് ഡെലിവറി വെഹിക്കിൾ, ക്യാരേജ് ഔട്ട്വേർഡ്സ്. ഇത്രയുമാണ് ഓഫീസ് ആൻഡ് സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓവർഹെഡ്സിൻ്റെ അണ്ടറിൽ വരുന്നത്. അപ്പം ഇത് ഇത്ര ഓർത്തിരുന്നാൽ മതി. ഫാക്ടറി ഓവർഹെഡ്സ് എന്ന് പറയുമ്പോൾ ഫാക്ടറിയുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ഫാക്ടറിയിൽ അല്ലെങ്കിൽ വർക്ക് പ്ലേസിൽ വരുന്ന ഓവർഹെഡ്സ്, ഇൻഡയറക്റ്റ് എക്സ്പെൻസസ് എൻട്രി ചെയ്യുന്നതാണ് ഫാക്ടറി ഓവർഹെഡ്സ്. ഓഫീസ് ഓവർഹെഡ്സ് പറഞ്ഞാൽ ഓഫീസുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള നമ്മുടെ ജനറൽ മാനേജ്മെൻറ്റുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള എക്സ്പെൻസസ് ആണ് ഓഫീസ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ ഓവർഹെഡ്സ് വരുന്നത്. സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓവർഹെഡ്സിൽ വരുന്നത് സെയിൽസുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള എക്സ്പെൻസസ് ആണ്. ഇത്ര ഓർത്തിരിക്കുക. നമുക്കിനി ഒരു പ്രോബ്ലം ചെയ്യാം. ക്വസ്റ്റ്യൻ ഇതാണ്: ഓൺ ദ ബേസിസ് ഓഫ് ദ ഫോളോയിങ് ഇൻഫോർമേഷൻ പ്രിപ്പയർ എ കോസ്റ്റ് ഷീറ്റ് ഷോയിങ് കോസ്റ്റ് ഫോർ ദ ഇയർ എൻഡഡ് 31st December 2018. നമുക്ക് കോസ്റ്റ് ഷീറ്റാണ് പ്രിപ്പയർ ചെയ്യേണ്ടത്. അതിൻ്റെ ഐറ്റംസ് ആണ് തന്നിരിക്കുന്നത്: മെറ്റീരിയൽ കൺസ്യൂംഡ്, ക്യാരേജ് ഇൻവേർഡ്സ്, ചാർജബിൾ എക്സ്പെൻസസ്, ക്യാരേജ് ഔട്ട്വേർഡ്സ്, അങ്ങനെ പറഞ്ഞ് നമുക്ക് കുറേ ഐറ്റംസ് തന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഐറ്റംസ് എല്ലാം നമ്മൾ കോസ്റ്റ് ഷീറ്റാണ് പ്രിപ്പയർ ചെയ്യേണ്ടത്. കോസ്റ്റ് ഷീറ്റിൻ്റെ ഫോർമാറ്റ് ഓർത്തിരിക്കുക, എന്നിട്ട് വേണം ചെയ്യാൻ. അപ്പോൾ ഇതിനകത്ത് നമ്മളോട് സെല്ലിംഗ് ഓവർഹെഡ്സ് അല്ലെങ്കിൽ ഫാക്ടറി ഓവർഹെഡ്സ്, ഓഫീസ് ഓവർഹെഡ്സ് പറഞ്ഞ് പ്രത്യേകിച്ച് ഓരോ ഹെഡിങ് ആയിട്ടല്ല തന്നിരിക്കുന്നത്, ഓരോ ഐറ്റംസ് ആയിട്ട് തന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഐറ്റംസിനെ ഓരോന്നിൻ്റെ ഹെഡിങ്ങിലേക്ക് നമ്മൾ മാറ്റണം. അപ്പോൾ നമ്മൾ ഓരോ ഐറ്റംസ് എടുക്കുമ്പോഴും ആ ഐറ്റംസ് എന്താണെന്ന് ആലോചിച്ച് വേണം എടുക്കാൻ. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ വായിച്ച് നോക്കാം. അത് മെറ്റീരിയൽ കൺസ്യൂംഡ് ആണ്. അപ്പോൾ മെറ്റീരിയൽ കൺസ്യൂംഡിൻ്റെ എമൗണ്ട് ₹2,30,000 ആണ്. അപ്പോൾ മെറ്റീരിയൽ കൺസ്യൂംഡ് എന്ന് പറയുമ്പോൾ ഡയറക്റ്റ് മെറ്റീരിയലാണ്. അത് ഓർത്തിരിക്കുക. മെറ്റീരിയൽ കൺസ്യൂംഡ് എന്ന് പറയുന്നത് ഡയറക്റ്റ് മെറ്റീരിയലാണ്. ദെൻ ക്യാരിയേജ് ഇൻവേർഡ്സ് ആണ്. ക്യാരിയേജ് ഇൻവേർഡ്സ് എന്ന് പറയുന്നത് ഡയറക്റ്റ് എക്സ്പെൻസസിൽ പെടുന്ന ഐറ്റമാണ്. അതിനടുത്ത് ചാർജബിൾ എക്സ്പെൻസസ്. ചാർജബിൾ എക്സ്പെൻസസ് 30,000 ആണ്. അതും ഡയറക്റ്റ് എക്സ്പെൻസസിൽ ഉൾപ്പെടുന്ന ഐറ്റമാണ്.
ദെൻ ക്യാരിയേജ് ഔട്ട്വേർഡ്സ്. ക്യാരിയേജ് ഔട്ട്വേർഡ്സ് എന്ന് പറയുന്നത് അതൊക്കെ 5000 ആണ്. ക്യാരിയേജ് ഔട്ട്വേർഡ്സ് സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓവർഹെഡ്സുമായിട്ട് റിലേറ്റഡ് ആണ്. ദെൻ നെക്സ്റ്റ് വൺ ലീഗൽ ചാർജസ് ആണ്. ലീഗൽ ചാർജസ് ഓഫീസുമായിട്ട് റിലേറ്റഡ് ആണ്. ഓഫീസ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ ഓവർഹെഡ്സ് വരുന്നതാണ്. ഇതിനടുത്ത് ഹൗലേജ് ആണ്. ഹൗലേജ് എന്ന് പറഞ്ഞാൽ ഫാക്ടറിക്കുള്ളിൽ കൂടെ ഈ സാധനങ്ങൾ വലിച്ചുകൊണ്ട് പോകുന്ന വണ്ടിക്ക് അല്ലെങ്കിൽ അതിന് കൊടുക്കുന്ന കൂലിക്ക് പറയുന്നതാണ് ഹൗലേജ് എന്ന് പറയുന്നത്. സാധനങ്ങൾ വലിച്ചുകൊണ്ട് പോകുന്നതിന് കൊടുക്കുന്ന കൂലിയാണ് ഹൗലേജ്. അപ്പോൾ അത് ഫാക്ടറിയുമായിട്ട് റിലേറ്റഡ് ആണ്. അതുകൊണ്ടത് ഫാക്ടറി ഓവർഹെഡ്സിൽ വരുന്നതാണ്. ദെൻ ഇൻഡയറക്റ്റ് വേജസ് ഫാക്ടറി ഓവർഹെഡ്സിൽ വരുന്ന ഐറ്റംസ് ആണ്. ദെൻ ഫാക്ടറി റെൻ്റ് ആൻഡ് റേറ്റ്സ് ഫാക്ടറി ഓവർഹെഡ്സിൽ വരുന്ന ഐറ്റമാണ്. ദെൻ സൺട്രി ഓഫീസ് എക്സ്പെൻസസ് അത് ഓഫീസുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ളതാണ്. ഓഫീസ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ ഓവർഹെഡ്സിൽ പെടുന്നതാണ്. ദെൻ റോയൽറ്റി ഡയറക്റ്റ് എക്സ്പെൻസസ് ആണ്. ദെൻ പ്രൊഡക്റ്റീവ് വേജസ് എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് വേജസ് ആണ്. പ്രൊഡക്റ്റീവ് വേജസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ഡയറക്റ്റ് വേജസ് ആണ്. ദെൻ മോട്ടീവ് പവർ ആൻഡ് ഫ്യൂവൽ 3000 പറയുന്നുണ്ട്. മോട്ടീവ് പവർ ആൻഡ് ഫ്യൂവൽ എന്ന് പറഞ്ഞാൽ അത് ഫാക്ടറി ഓവർഹെഡ്സിൽ വരുന്നതാണ്. ഫാക്ടറി സ്റ്റേഷനറി, ഫാക്ടറി ക്ലീനിങ് ഇവ രണ്ടും ഫാക്ടറി ഓവർഹെഡ്സിൽ വരുന്നതാണ്. ദെൻ ലൂസ് ടൂൾസ് റിട്ടേൺ ഓഫ് അത് ഫാക്ടറി ഓവർഹെഡ്സിൽ ഉൾപ്പെടുന്ന ഐറ്റമാണ്. റെൻ്റ് ആൻഡ് റേറ്റ്സ് ബ്രാക്കറ്റിൽ പറയുന്നുണ്ട് ഓഫീസ് എന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് അത് ഓഫീസ് ഓവർഹെഡ്സിൽ പെടുന്നതാണ്. നെക്സ്റ്റ് വാട്ടർ ചാർജസ് ഫോർ ഫാക്ടറി. അത് വാട്ടർ ചാർജസ് വാട്ടറൊക്കെ സാധാരണ ഉപയോഗിക്കുന്ന ഫാക്ടറിയിലാണ്. അത് ഫാക്ടറി ഓവർഹെഡ്സിൽ വരുന്നതാണ്. ഫാക്ടറി ഇൻഷുറൻസ് ഫാക്ടറി ഓവർഹെഡ്സിൽ വരുന്ന ഐറ്റമാണ്. ESI എംപ്ലോയീസുമായിട്ട് റിലേറ്റഡ് ആണ്. എംപ്ലോയീസ് സാധാരണ ഫാക്ടറിയിലാണ് ഉണ്ടാകുന്നത്. അത് ഫാക്ടറി ഓവർഹെഡ്സിൽ വരുന്നതാണ്. ബാങ്ക് ചാർജസ് ഓഫീസ് ഓവർഹെഡ്സിൽ വരുന്നതാണ്. അതുപോലെ തന്നെ കമ്മീഷൻ ഓൺ സെയിൽസ് സെയിൽസുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള എക്സ്പെൻസസ് ആണ്. അതുപോലെ അടുത്ത് കോസ്റ്റ് ഓഫ് ബ്ലൂ പ്രിൻ്റ് എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് എക്സ്പെൻസസ് ആണ്. ദെൻ മെയിൻ്റനൻസ് ചാർജസ് ഫോർ ഡെലിവറി വാൻ എവിടെ വരുന്ന സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓവർഹെഡ്സിൽ വരുന്നതാണ്. അതുപോലെ തന്നെ അടുത്ത് ബാഡറ്റ്സ് സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓവർഹെഡ്സിൽ വരുന്ന ഐറ്റമാണ്. അഡ്വർടൈസ്മെൻറ്റ് സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ വരുന്ന ഐറ്റമാണ്. ദെൻ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഫ്രീ സാമ്പിൾസ് സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓവർഹെഡ്സിൽ പെടുന്ന ഐറ്റമാണ്. അതുപോലെ ഹീറ്റിംഗ് ആൻഡ് ലൈറ്റിംഗ് വരുന്നത് ഫാക്ടറി ഓവർഹെഡ്സിൽ ഉൾപ്പെടുന്ന ഐറ്റമാണ്. ദെൻ സൺട്രി എക്സ്പെൻസസ് ഓഫീസ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ ഓവർഹെഡ്സിൽ വരുന്ന ഐറ്റമാണ്. അതുപോലെ തന്നെ നെക്സ്റ്റ് ഐറ്റമാണ് ഗോഡൗൺ റെൻറ്റ് എന്ന് പറയുന്നത് ഫാക്ടറി ഓവർഹെഡ്സിൽ ഉൾപ്പെടുന്ന ഐറ്റമാണ്. ദെൻ റെൻറ്റ് ഫോർ വെയർഹൗസ് പറഞ്ഞാൽ അത് വെയർഹൗസ് സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓവർഹെഡ്സിൽ ഉൾപ്പെടുന്ന ഐറ്റമാണ്. നമ്മൾ റോ മെറ്റീരിയൽസ് സൂക്ഷിച്ച് വെക്കുന്ന സ്ഥലത്തിന് പറയുന്നതാണ് ഗോഡൗണ്. ഫിനിഷ്ഡ് പ്രോഡക്റ്റ്സ് സൂക്ഷിച്ച് വെക്കുന്ന സ്ഥലത്തിന് പറയുന്നതാണ് വെയർഹൗസ്. അപ്പം ഗോഡൗൺ റെൻറ്റ് എന്ന് വന്നിട്ടുണ്ടെങ്കിൽ ഗോഡൗൺ റെൻറ്റ് ഫാക്ടറി ഓവർഹെഡ്സ് ആണ്. ദെൻ വെയർഹൗസ് റെൻ്റ് ആണെങ്കിൽ അത് സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓവർഹെഡ്സ് ആണ്. ദെൻ സാനിറ്ററി എക്സ്പെൻസസ് ജനറൽ എക്സ്പെൻസസ് പറയുന്നുണ്ട്. അത് ഓഫീസ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ ഓവർഹെഡ്സിൽ പെടുന്നതാണ്. ഓഡിറ്റ് ഫീസ് ഓഫീസ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ ഓവർഹെഡ്സിൽ പെടുന്നതാണ്. അടുത്ത് ഇൻകം ടാക്സ് പറയുന്നുണ്ട്. കമ്പനിയുടെ പ്രോഫിറ്റിൻ്റെ ടാക്സ് അതിൻ്റെ അല്ലെങ്കിൽ ഇൻകത്തിൻ്റെ ടാക്സാണ് 12,000 രൂപ. അപ്പോൾ അത് നമ്മൾ എക്സ്ക്ലൂഡ് ചെയ്യുന്ന ഐറ്റമാണ്. ഇൻകം ടാക്സ് നമ്മൾ കോസ്റ്റ് ഷീറ്റിൽ നിന്ന് എക്സ്ക്ലൂഡ് ചെയ്യുന്ന ഐറ്റമാണ്. അത് എടുക്കാൻ പാടില്ല. ദെൻ സെയിൽസ് ടാക്സ് 3000. സെയിൽസ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓവർഹെഡ്സിൽ ഉൾപ്പെടുന്നതാണ്. ദെൻ ഡിസ്കൗണ്ട് റിസീവ്ഡ് നമ്മൾ എക്സ്ക്ലൂഡ് ചെയ്യുന്ന ഐറ്റമാണ്. നമ്മുടെ പ്യുവർ ഫിനാൻഷ്യൽ ഇൻകംസ് ആണ്. അപ്പോൾ നമ്മളത് എക്സ്ക്ലൂഡ് ചെയ്യണം നേരത്തെ പറഞ്ഞത്. അപ്പോൾ ഡിസ്കൗണ്ട് റിസീവ്ഡ് നമ്മൾ എക്സ്ക്ലൂഡ് ചെയ്യേണ്ട ഐറ്റമാണ്. അതുപോലെ തന്നെ
ഡൊണേഷൻ നമ്മൾ എക്സ്ക്ലൂഡ് ചെയ്യേണ്ട ഐറ്റമാണ്. അപ്പോൾ ഇതാണ് ക്വസ്റ്റ്യൻസ്. ക്വസ്റ്റ്യൻസ് നിങ്ങൾ നന്നായിട്ട് വായിച്ച് നോക്കുക. ഏതൊക്കെ ഐറ്റം ഏതിനൊക്കെ അണ്ടറിലാണെന്ന് കറക്റ്റായിട്ട് നോക്കിയിട്ട് വേണം എഴുതാൻ. ഓരോ ഐറ്റംസ് എന്ന് വെച്ചാൽ ഡയറക്റ്റ് എക്സ്പെൻസസിന് അണ്ടറിൽ കുറേ ഐറ്റം വരുന്നുണ്ട്. അത് ഏതൊക്കെയാണെന്ന് ശരിക്കും നോക്കിയിട്ട് അതിന് അണ്ടറിൽ എഴുതിയിട്ട് ആഡ് ചെയ്ത് വേണം എഴുതാൻ. അതുപോലെ തന്നെ ഫാക്ടറി ഓവർഹെഡ്സ് എഴുതുമ്പോൾ ഫാക്ടറി ഓവർഹെഡ്സ് എന്ന് പറഞ്ഞ ഒരു ഐറ്റം അല്ല തന്നിരിക്കുന്നത്. ഫാക്ടറി ഓവർഹെഡ്സിൻ്റെ അണ്ടറിൽ വരുന്ന ഐറ്റംസ് ഒക്കെയാണ് തന്നിരിക്കുന്നത്. അവ ഏതാണെന്ന് നിങ്ങൾ നോക്കിയിട്ട് ടോട്ടൽ ചെയ്തിട്ട് കറക്റ്റായിട്ട് എഴുതി ടോട്ടൽ ചെയ്തിട്ട് വേണം എഴുതാൻ. അതുപോലെ തന്നെ ഓഫീസ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ ഓവർഹെഡ്സും സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓവർഹെഡ്സും അതുപോലെ വേണം എഴുതാൻ. അപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ നമുക്ക് പ്രോഫിറ്റും സെയിൽസും തന്നിട്ടില്ല. അപ്പോൾ നമുക്ക് പ്രോഫിറ്റും സെയിൽസും എഴുതാൻ പറ്റുകയില്ല. അപ്പോൾ ടോട്ടൽ കോസ്റ്റ് വരെ എഴുതാൻ പറ്റുള്ളൂ. അപ്പോൾ നിങ്ങൾ ടോട്ടൽ കോസ്റ്റ് വരെ എഴുതി കംപ്ലീറ്റ് ചെയ്താൽ മതി. പ്രോഫിറ്റും സെയിൽസും നമുക്ക് തന്നിട്ടില്ലാത്തതുകൊണ്ട് എഴുതാൻ സാധിക്കുകയില്ല. അപ്പോൾ സാധാരണ ചെയ്യുന്ന പോലെ തന്നെയുള്ളൂ. അതിനകത്ത് നമ്മൾ ഡയറക്റ്റ് എക്സ്പെൻസസിന് എഴുതുമ്പോൾ ഡയറക്റ്റ് എക്സ്പെൻസസ് അണ്ടറിലുള്ള ഐറ്റം ആഡ് ചെയ്ത് എഴുതുന്നു. ഓഫീസ് ഓവർഹെഡ്സ് എഴുതുമ്പോൾ ഓഫീസ് ഓവർഹെഡ്സിന് അണ്ടർ വരുന്ന ഐറ്റംസ് എല്ലാം എഴുതുന്നു. സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ എഴുതുമ്പോൾ അതിനകത്തെല്ലാം കൂടെ എൻ്റർ ചെയ്ത് ആഡ് ചെയ്ത് എഴുതുന്നത് മാത്രമേ ഉള്ളൂ. സാധാരണ എഴുതുന്ന പോലെ തന്നെയാണ്. അപ്പോൾ നിങ്ങൾ നന്നായിട്ട് പഠിക്കുക. അതുപോലെ തന്നെ പ്രോബ്ലം ചെയ്യുക. നിങ്ങൾ സ്വന്തമായിട്ട് തന്നെ പ്രോബ്ലം ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ ആൻസർ ഞാൻ കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഫോർവേഡ് ചെയ്ത് തരുന്നതാണ്. അപ്പോൾ നിങ്ങൾ സ്വന്തം ചെയ്യുക. ഞാൻ ആൻസർ തരുന്നതിന് മുന്നേ തന്നെ നിങ്ങളിത് ചെയ്യണം. എങ്കിലേ നിങ്ങളിത് പഠിക്കുകയുള്ളൂ. നമുക്കിത് ഇനിയുള്ള പ്രോബ്ലംസ് കുറച്ചും കൂടെ വൈഡായിട്ടുള്ള പ്രോബ്ലംസൊക്കെയാണ്. അപ്പോൾ നമുക്കത് പഠിക്കണം. അത് നന്നായിട്ട് മനസ്സിലാകണമെങ്കിൽ ഇത് പഠിച്ചാലേ സാധിക്കുകയുള്ളൂ. അപ്പോൾ നിങ്ങൾ നന്നായിട്ട് സഹകരിക്കുക. ഓക്കെ, ബൈ.